എനിക്ക് നല്ല മലയാളം അറിഞ്ഞൂടാ. കുറച്ച് കുറച്ച് സംസാരിക്കാനാവും അൽഹംദുലില്ലാ. പിന്നെ പാട്ട് പാടുമ്പോ കുറെ മിസ്റ്റേക്സ് ആവും. നിങ്ങളാണെങ്കിൽ ക്ഷമ ചോദിക്കണേ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂലേ, ലോകം മാറ്റിടുന്ന സ്നേഹ റസൂലേ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂലേ, ലോകം മാറ്റിടുന്ന സ്നേഹ റസൂലേ. നിരായതീന് കീർത്തിയോതി ആറ്റൽ റസൂലേ, ഈ ഹക്കിലേക്ക് ദൂവെളിച്ചം കാർത്തി റസൂലേ. റസൂലേ. ഹായ്, ഹലോ, അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. ബുള്ളറ്റ് മാനുമാണ്. ഞാനിപ്പോൾ ഉള്ളത് വളയം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ, നാദാപുരം വളയം. ഞാനൊരു വൈറൽ ഗായകനെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ആ വൈറൽ ഗായകന്. ഈ ഒരു മുഖം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ ആ പാട്ട് കേൾപ്പിച്ചു തരാം, എന്നിട്ട് നമുക്ക് വീഡിയോ ഇട്ട് പോവാം. കൽവില നന്നോടെ ഹബീബൻ കനവിൽ വന്നോടെ, കടൽ പരിച്ചു തരം നസേവേ സ്വീകരിച്ചൂടെ. കൽവില നന്നോടെ ഹബീബൻ കനവിൽ വന്നോടെ, കടൽ പരിച്ചു തരം നസേവേ സ്വീകരിച്ചൂടെ. കാറ്റുകനക്കാനാൻ ഗനിയെ കനവിൽ വന്നോടെ, എൻ്റെ രാവിൽ വന്നോടെ, എന്നെ കൽവിൽ നന്നോടെ. മദീന മനോവര കനിമൻ കനേവര, മനസ്സിൻ്റെ ഉൾവര കൊടിക്കും മനിയറ. മദീന മനോവര കനിമിൻ കനാവര, മനസ്സിൻ്റെ ഉൾവര കൊടിക്കും മനിയറ. യാ സയ്യിദൽ വര മിസ്കുവാംബര, മുത്തരൗ ജൗഹര വിളിക്കു ഖൈറൽ വര. ഇന്റെ പ്രണയം അങ്കോടാണ്, വൈകാടുന്നു വിളിച്ചിടണേ. എന്നോടുള്ള പിണക്കം മാറ്റി എൻ കടയിൽ കുളിരികിനടെ. കൽവില നന്നോടെ കൽവില നന്നോടെ ഹബീബൻ കനവിൽ വന്നോടെ, കടൽ പരിച്ചു തരം നസീവേ സ്വീകരിച്ചൂടെ. കാറ്റുകനറ്റാനാൻ കനിയെ കനവിൽ വന്നോടെ, എൻ്റെ രാവിൽ വന്നോടെ, എൻ്റെ കൽവിൽ നന്നോടെ. അസ്സലാമു അലൈക്കും. നൂറാ ഗയാ നൂറാ ഗയാ നൂറാ ഗയാ നൂറാ ഗയാ. ആമിന ബീബി പുഞ്ചിരിച്ചു നൂറാ ഗയാ, മക്ക മണ്ടിൽ നൂർദിച്ചു നൂറാ ഗയാ. ലോക് മാകെ വൻ പ്രമണ്ടു നൂറാ ഗയാ, വന്നും വെന്നും ശുകര പുതിന്നു നൂറാ ഗയാ. ഉകളുകളാലെ പുലകിടമാകെ ഊത്തുലന്നു ഉലക വിലാകെ നൂറാ ഗയാ നൂറാ ഗയാ നൂറാ ഗയാ നൂറാ ഗയാ. അപ്പോൾ പാട്ടൊക്കെ കേട്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ വൈറൽ ഗായകന്. കുറച്ച് മുന്നേ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആളാട്ടോ, പക്ഷെ നമ്മൾ എത്തിപ്പെടാനും കുറച്ച് വൈകി മാത്രം. പേരെന്തേനും? മുഹമ്മദ് കൗസർ. മുഹമ്മദ് കൗസർ. മലയാളമൊക്കെ ശരിക്കും പഠിച്ചോ? മലയാളം ശരിക്കും പഠിച്ചിട്ടില്ല, കുറച്ച് സംസാരിക്കാനാവും. നല്ലോണം സംസാരിക്കാനാവില്ല, കുറച്ച് സംസാരിക്കണം. അപ്പോൾ നിങ്ങൾ സംസാരിച്ചാൽ എനിക്ക് എല്ലാം മനസ്സിലാവും. നിങ്ങൾ പുറത്ത് എനിക്ക് സംസാരിക്കാനാവൂല. ഉച്ചാരണത്തിനില്ലേ പറയാനുള്ളൊരു ബുദ്ധിമുട്ട്, അക്ഷരങ്ങള് കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോ കൗസർ ജോലി ചെയ്യണത് നമ്മുടെ അഹമ്മദാജിന്റെ വീട്ടിലാണ് അല്ലേ? എത്രയായി ഇപ്പൊ ഇവിടെ? 8 വർഷമായി. ഞാൻ ഇവിടെ ചോദിച്ചു നോക്കുമ്പോ ശരിക്കൊരു പിന്നെ എന്താ പറയാ മകനെ പോലെ അല്ലേ? ഇവിടെ വീട്ടിലൊക്കെ അത്രയും ഫ്രീഡാണ്. കൗസർ ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ എത്രയായി? എനിക്ക് കേരളത്തിൽ വന്നിട്ട് 8 വർഷമായി. എവിടെ? കൽക്കട്ടയിലല്ലേ? കൽക്കട്ട പിന്നെ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളില്. ഓക്കെ. കൽക്കട്ട ടൗണിൽ തന്നെ? ടൗണിലില്ല, കൽക്കട്ട മുർഷിദാബാദ് ഒരു ജില്ല ഉണ്ട്. ജില്ല ഉണ്ട്. അറിയാം. അവിടെ ഇപ്പൊ വന്നിട്ട് 8 വർഷത്തിന് നാട്ടിൽ പോയോ?
ആ നാട്ടിൽ പോയി നാട് നാട്ടിൽ ഇടക്കിടക്ക് പോകും. ഇടക്കിടക്ക് പോകും. അടുക്കടുക്ക 16ാമത്തെ വയസ്സിൽ വന്നതാ ഇവിടെ. ഇപ്പൊ 24 വയസ്സായി. 24 വയസ്സായി. അപ്പൊ ഈ ശരിക്കും ഇതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് തന്നെ ശരിക്കല്ലേ ഈ പാട്ടിനും കാര്യത്തിനൊക്കെ? എല്ലാത്തിനും സപ്പോർട്ട് തന്നെ. അതെ അതെ അതെ. ഇങ്ങനെ ഒരു മുതലാളിയും തൊഴിലാളിയൊക്കെ ഞാൻ ഒരു ഭയങ്കര ഒരുപാട് വീടുകൾ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്മളൊക്കെ ഒരുപാട് വീട്ടിലുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീകളാണെങ്കിലും വർഷങ്ങളോളം ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഇത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ട് അവിടെ റൂമും അവിടെ തന്നെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ വീടിന്റെ വേറെ താമസവും കാര്യങ്ങളൊക്കെ പുറത്ത്. റൂമെല്ലാം പുറത്ത് തന്നെ. വീട്ടിൽ ഗൾഫിലൊരു അറബിയും നമ്മൾ മലയാളികൾ പോയിക്കും പോലെ അല്ലേ, നമ്മൾ ഹൗസ് ഡ്രൈവറായിട്ടും അല്ലെങ്കിൽ പിന്നെ ജോലി ചെയ്യണ പോലെ. വീടിന്റെ ഉള്ളായിട്ടൊന്നും. ഇവിടെ ഹാപ്പിയാണ് കൗസർ അല്ലേ കേരളത്തില്? ഇവിടെ ഹാപ്പിയാണല്ലേ? സൂപ്പർ മലയാളി. സൂപ്പർ മലയാളി അതാണ്. കേരളത്തിൽ നമ്മൾ പല വീഡിയോ ചെയ്യുമ്പോൾ പറയലുണ്ട്, കേരളത്തിൽ എസ്പെഷ്യലി മലബാറിൽ മലപ്പുറത്തും കോഴിക്കോടൊക്കെ വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ സ്നേഹം കൊണ്ട് പൊതിന ആളുകളാണ്. വിശ്വസിച്ചാൽ ചങ്ക് കൊടുക്കുക എന്നുള്ള ടീമാണ്. മറ്റുള്ള ജില്ലക്കാർ മോശം എന്നല്ല കേട്ടോ പറയണത്, പക്ഷേ എസ്പെഷ്യലി എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. അല്ല അമ്മജി, പിന്നെ ഇവൻ തന്നെ ജോലിക്കാരനായിട്ട് ഇപ്പം തന്നെ കാര്യമായിട്ട് എടുക്കണതല്ലേ? ഇവിടെ സ്ഥലമെല്ലാം ഞാൻ നോക്കൂ. എന്നെക്കാട്ടും സ്ഥലമെല്ലാം എനിക്ക് അറിയാവുന്ന അതിരുകളും സ്ഥലത്തിന്റെ അതിരും എന്നെക്കാട്ടും അറിയാവുന്ന മോനിക്കാ. അതെല്ലേ? അവൻ തന്നെയാണ് മെയിനായിട്ട് എല്ലാം നോക്കുന്നത്. ഒരു പാട്ട് വേറൊരു പാട്ടൊന്ന് പാടി കൊടുത്തേ. ഇപ്പൊ ഇന്നലെ എവിടെ ജലാൽ മാഗ്നസിന്റെ അടുത്ത് പോയിട്ട് അതുപോലെ ജലാൽ മാഗ്നസിന്റെ പോയിട്ട് ഞാൻ ഇന്നലെ പോയി ജലാൽ മാഗ്നസിന്റെ അവിടെ. പിന്നെ അവിടുന്ന് കല്ലായിലൊരു കല്ലായിലൊരു പെണ്ണുണ്ട് അല്ലേ? ഇത് പാടും. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണുടെ പവിട കല്ലാന്, മനസ്സിലെ നിറയും പൂവാന്, ആ പൂ ഇന്നിടലെന്നുയിടാ, കരിമീരി കൊണ്ടോടു നോട്ടത്തി അവരെന്നും പറ്ററ മാറ്റാനേ. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണുടെ പവിട കല്ലാന്, മനസ്സിലെ നിറയും പൂവാന്, ആ പൂ ഇന്നിടലെന്നുയിടാ. സത്യത്തില് അവകാശി ഭയങ്കര ചിരിയുണ്ട്. അല്ല സത്യത്തില് ഞാൻ ചോദിക്കണതല്ലേ ഈ പാട്ട് ശരിക്കും എനിക്ക് ഈ പാടി തുടങ്ങാനുള്ള ഇതെന്താണ് ശരിക്കും? എങ്ങനെ ബംഗ്ലാദേശ് അവിടെ നാട്ടിൽ പാട്ടൊക്കെ പാടാറുണ്ടോ? ഇല്ല 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 ഇല്ല. ഇവിടെ വന്നപ്പോ പാട്ട് കേട്ടപ്പോ എനിക്ക് അത് ഇൻട്രസ്റ്റഡ് ആയി അല്ലേ? അല്ല അങ്ങനെയില്ല, എനിക്ക് ചെറിയ വയസ്സിൽ പാട്ട് പാടുക എന്ന ഇൻട്രസ്റ്റ്. പിന്നെ എനിക്ക് ചെറിയ വയസ്സിൽ എനിക്ക് സ്വപ്ന ഉണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ വലിയതായിട്ട് പിന്നെ സിംഗർ ആവുക ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട് ചെറിയ വയസ്സിൽ. പിന്നെ ആദ്യമൊന്നും എന്നാ ഗൈഡൻസ് ഒന്നും കിട്ടിക്കില്ല. ഇപ്പോൾ 2 വർഷമായി ഞാൻ പാട്ട് പഠിക്കുന്ന മൊബൈലിൽ തന്നെ. മൊബൈലിൽ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. പിന്നെ 2 വർഷമായി ഞാൻ പഠിക്കുന്ന. ഇപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് എനിക്ക്. അടുത്ത മാസം ഈ കോഴ്സ് കഴിയും. പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് മലയാളികൾ, നേപ്പാളികളായിട്ടുള്ള ആളുകൾ, കൽക്കട്ടയിലുള്ള ആളുകൾ, ആസാമികളൊക്കെ മലയാളം സംസാരിക്കുന്നവരുണ്ട്. വിദേശത്താണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ മലയാളം സംസാരിക്കുന്നുണ്ട്. ചിലർ പ്യുവറായിട്ട് നമ്മൾ മലയാളികളെ പോലും വെല്ലുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ തെറ്റുകൾ ഉച്ചാരണമാണ്. നമുക്ക് എസ്പെഷ്യലി മുസ്ലിങ്ങളൊക്കെ ആകുമ്പോൾ തെജ്വീദ് കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ. ഇപ്പം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ അല്ലേ? ഇല്ല അതൊക്കെ പറയാനല്ലേ ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് വാക്കുകൾ ഉണ്ടാവും കേട്ടോ. പിന്നെ സെഡ് അല്ലേ? അങ്ങനെ പറഞ്ഞു വരുമ്പോഴുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. എങ്കിലും ആ സ്റ്റേജിൽ പിന്നെ അവസരം കൊടുത്ത് നിങ്ങൾ തന്നെയാണോ കുറച്ച് അന്ന് സാഹിത്യോത്സവം ഉണ്ടല്ലേ? പ്രോഗ്രാം ഞാൻ തന്നെയാ പറഞ്ഞു ഇവനോട് പാട്ട് പഠിക്കുക, ഇന്നേ പാട്ട് പഠിച്ചോന്നും. പിന്നെ SSFന്റെ എന്തോ എന്തിനല്ലേ SSFന്റെ ആ പരിപാടി തന്നെയായിരുന്നു. പരിപാടി ഉണ്ട്. സൗത്ത് വളയോ എന്താണ്? നോർത്ത് വള വീഡിയോയിൽ കാണേണ്ടത്. അപ്പൊ ഈ പാട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇത് പഠിച്ചോന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ്. അങ്ങനെ അവിടുന്ന് പാടിച്ചോ ഞാൻ തന്നെയാണ്. പാടിച്ചപ്പോ ഈ നല്ല അവിടെ ഈ ബുറുദക്ക് വരുന്ന ആൾക്കാർ വരുമാണ് ഇവൻ പാടുന്നത്. അപ്പൊ അവര് തന്നെ തരിച്ചു നിന്നു പോയിന്നുള്ള പാട്ട് കേസാവാട്ടെല്ലാം കിട്ടീന് അവിടുന്ന്. അതല്ലേ? നാട്ടിലൊക്കെ അറിഞ്ഞപ്പോ വീട്ടിലൊക്കെ കല്യാണം അയച്ചിട്ടുണ്ടോ? അല്ല ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ആരൊക്കെ ഉണ്ട് വീട്ടില് കൗസർ? വീട്ടില് ഉമ്മയുണ്ട്, പിന്നെ അനിയനുണ്ട്, ചേട്ടനുണ്ട്. അവരൊക്കെ അറിഞ്ഞോ അങ്ങനെ വൈറലായത്? വാപ്പ ഇല്ല, വാപ്പ മരിച്ചു. വാപ്പ മരിച്ചു.
അതൊക്കെ അറിഞ്ഞവരൊക്കെ നാട്ടിലൊക്കെ ഇല്ല വീട്ടിലൊന്നും സപ്പോർട്ടൊന്നും ഇല്ല. ഇല്ലേ? ഇല്ല. ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് സപ്പോർട്ട് ഉണ്ട്. ശരിക്കും ഇപ്പൊ കേരളത്തില് ബംഗ്ലാദേശ് എനിക്ക് വെസ്റ്റ് ബംഗാളിൽ പോണില്ലാറ് ഇപ്പോ അറിയോ ഹാപ്പി ബഹുത് ഖുഷിയാണ് ഇതറി ആ അല്ലേ? എനിക്ക് ഈ നാട്ടില് നല്ല സുഖം. ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് പരിചയ ആളുണ്ട്, പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇവിടെ എനിക്ക് സുഖം. നാട്ടിൽ എത്ര സുഖമില്ല. നാട്ടിൽ ഞാൻ 6-8 മാസം കഴിഞ്ഞിട്ട് ഞാൻ പോവും. പിന്നെ പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ മക്കളും ചെറുമക്കളൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഇങ്ങനത്തെ ആൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. കാരണം അവരെ കുറെ കഴിവല്ലേ. കാരണം പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ വന്നിട്ട് അവൻ്റെ ഭാഷയല്ല, നമ്മൾ ഒരുപാട് ആളുകൾക്ക് പല ഭാഷകളും സംസാരിക്കാൻ അറിയും എങ്കിലും പക്ഷെ മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് പലരും. ചിലർക്ക് മലയാളം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും പഠിച്ചല്ല. ഇല്ലല്ല മലയാളം മലയാളം അറിഞ്ഞൂടാ. ഞാൻ മലയാള പാട്ട് ഇവിടെ കടലാസിൽ ഞാൻ എഴുതി വെച്ചിട്ട് ഏതിന്റെ ഭാഷയിൽ എഴുതും? അല്ല ഇംഗ്ലീഷിൽ SSLC പാസ്സാണ്. പിന്നെ ഏത് കടലാസിൽ എഴുതി വെച്ചിട്ട് നോക്കിട്ടേ പാടും. പിന്നെ ഇത് രണ്ടാളും ഹിന്ദി സംസാരിക്കല് തോന്നുന്നുണ്ടോ? എനിക്ക് നല്ലോണം ഹിന്ദി അറിയാം. പ്രവാസിയാണല്ലേ? ഞാൻ 9ാമത്തെ വയസ്സിൽ നാട് വിട്ടതാ. 9ാമത്തെ വയസ്സിൽ നാട് വിട്ട് ബാംഗ്ലൂര് 6 കൊല്ലം ബാംഗ്ലൂര്, 6 കൊല്ലം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുള്ള സമയത്ത് ഏകദേശം ഇന്ത്യയിൽ ഏകദേശം ഞാൻ കറങ്ങി. 65 വയസ്സ് 62. 62. 40 കൊല്ലത്തോളം ഖത്തറിലായി. അല്ലേ? ഇതൊക്കെ ഒരു നിയോഗമാണ് കേട്ടോ. കാരണം ഓന് കൽക്കട്ടയിൽ ജനിക്കാനും അവിടുന്ന് ഒരു ജോലി തേടിയിട്ട് ഇല്ലേ पहले इधर आया क्या? नहीं दूसरा किधर आया था. पहले हम वाणीमेल आया था. वाणीमेल आके उधर से 6 महीने तक ऐसा कुछ काम किया था. उसके बाद में फिर इधर आया था. नहीं कैसे मौका मिला? इधर कोई लेके आया था? दूसरा एक इधर में एक आदमी है, चिरटा वाला सूपी है, वो लेके आया. പക്ഷെ ഇപ്പൊ ഇവിടെ കൂടി അല്ലേ? ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമോ? ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയില്ലേ? എവിടെയും പോയാൽ രക്ഷപ്പെടാനൊക്കെ അറിയാം. ഓ അതെല്ലാം അറിയാം. ഓക്കെ 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 ഓക്കെ. വേറെ 2 പാട്ട് നമ്മൾ കേൾപ്പിച്ചു കേട്ടോ. കാരണം 2 പാട്ടും പാടി തന്നെയാണ്. ഇനിയിപ്പോ അടുത്ത നിവേദനത്തിന് നേരത്തെ വിളിക്കും ആളുകൾ അല്ലേ? കുറെ ആളാണ് പറഞ്ഞേക്ക് ചാൻസ് തരൂ പറഞ്ഞേക്ക്. നമ്മളെ അസ്ഹറുദ്ദീൻ കുല്ലർ ഒരു ഉസ്താദ് ഉണ്ട്. ഈ ഉസ്താദ് എന്നാ നബിദിന പാട് പാടി. പിന്നെ നൂറാകിയ ഒരു പാടില്ല, നൂറാഗയാ ആമിന ബീബി പുഞ്ചിരിച്ചു നൂറ. ഈ പാട് ഞാൻ പാടിയിട്ട് പിന്നെ അസ്ഹറി കുല്ലർ ഉസ്താദ് കണ്ടിക്ക്. പിന്നെ അവള് പറഞ്ഞേക്ക് എനിക്ക് ഒരു ചാൻസ് തരൂ. പിന്നെ ഒരു വേറെ ഉസ്താദ് ഉണ്ട് സമദ് സഖാഫി ഉസ്താദ് പറഞ്ഞേക്ക് എൻ്റെ അവിടെ സോങ് റെക്കോർഡ് ആക്കൂ. പിന്നെ ഇന്നലെ പേരെന്നാ ജലാൽ മാഗ്നസ് ഓള് പറഞ്ഞേക്ക് ഓളെ സോങ് റെക്കോർഡ് ആക്കൂ. പിന്നെ ചാൻസ് തരൂലെങ്കിൽ പറഞ്ഞേക്ക്. ഞാൻ ഫസ്റ്റ് മൂസിൻ പലായി എൻ്റെ വീഡിയോ കുട്ടിക്കാടിൽ ഞാൻ പാട്ട് പാടി കൽബില എന്നോട് ഞാൻ ഈ പാട്ട് ആടുന്ന ഓള് വീഡിയോ എടുത്തിട്ട് പിന്നെ ഈ വീഡിയോ വൈറലായിപ്പോ. അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ഞാൻ റിഫൈഫ് അലയിൽ ഞാൻ പാട്ട് പാടി അല്ലാഹു പിന്നെ ദൂതരായ. പിന്നെ ഈ പാട്ട് പിന്നെ വൈറലായിപ്പോ. അപ്പൊ മില്യൺസ് കഴിഞ്ഞു. ഏതായാലും വരാൻ പറ്റൂല. അഹമ്മദാജിനെയും അതുപോലെ തന്നെ നമ്മളെ പിന്നെ പേരക്കുട്ടിയാണല്ലോ ഇതില്ലേ? മോന്റെ പേരെന്താ മോനു? പറഞ്ഞു കൊടുക്ക്. മുഹമ്മദ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഏതായാലും ഗോസറിനെ കാണാൻ പറ്റി, നിങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ പറ്റിയിലൊക്കെ വളരെ സന്തോഷം. സപ്പോർട്ട് ചെയ്യുക അല്ലേ? അവൻ്റെ കഴിവാണ്. അടുത്ത നിവേദനത്തിനൊക്കെ ഇൻഷാല്ലാ നമുക്ക് ഇത് നല്ല പാട്ടും സ്റ്റേജിലൊക്കെ കേൾക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു അവസരം കൊടുത്തിട്ടുള്ള പിന്നെ കമ്മിറ്റി ഭാരവാഹികൾക്ക് അതിൻ്റെ പിന്നെ സംഘാടകർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടക്കപ്പാടൊക്കെ അറിയിക്കുകയാണ്. പ്രോത്സാഹിപ്പിക്കുക. നൈസർഗികമായിട്ടുള്ള കഴിവാണ്. പിന്നെ തെറ്റുകളും ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അക്ഷര തെറ്റുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സാധനം ക്ഷമിക്കുക. ഓക്കെ. ഏതായാലും അമ്മാജി വളരെ സന്തോഷം കേട്ടോ. വരാൻ പറ്റിയിലും കാണാൻ പറ്റിയില്ലൊക്കെ. അമ്മതിന് വേറെ പ്രത്യേകതയുണ്ട്. നമ്മളെ ഷിഹാബ് ജോറ്റുവിൻ്റെ യാത്ര മുതൽ ഫാമിലിയൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോ കാണണേ. മാനിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലായി. കാണുന്ന ഒരു ആളാണ്. ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലേ?
ഓക്കെ എന്നാല് മഹമൂദ് നസ്മോലെ മഗ്റൂർ തങ്കലാരെ യാ ഹബീബ് അസ്സലാം കുതിലെങ്കും തിങ്കൾ ചൊവ്വ മതിമങ്കും തിങ്കൾ ചൊവ്വ വികുവേറു സ്വർഗസ്ഥാനവായ മേരെ ജമീവ അല്ലാഹുവിന്റെ ദൂതരായ തോഹ റസൂലേ ലോകം മാറ്റിടുന്ന സ്നേഹ റസൂലേ നിരായ ദീന് കീർത്തി ഓതി ആറ്റൽ റസൂലേ ഈ ഹക്കിലേക്ക് ദൂവെളിച്ചം കാത്തി റസൂലേ